ഹായ് ഫ്രണ്ട്സ്, പവീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പോലുള്ള ഒരു ബട്ടർ പനീർ ആണ്. അതിന് വേണ്ട സാധനങ്ങൾ 250 പനീറാണ് വേണ്ടത്. ഗ്രേവിക്ക് വേണ്ടി ഒരു 6 ടൊമാറ്റോ 8ആയിട്ട് കീറിയത്, 2 പച്ചമുളക്, 4 വറ്റൽമുളക്, 2 ഗ്രാമ്പു, 4-5 ഏലക്ക, പട്ട ഒരു 2 ചെറുത്, ദാൽച്ചീനിയുടെ ഇല 2 എണ്ണം, ഒരു 15 പറങ്ങേണ്ടി പരിപ്പ്, ഒരു സ്പൂൺ 1.5 സ്പൂൺ ഇഞ്ചി, എണ്ണ. ഇത്രയാണ് നമുക്ക് ഗ്രേവിക്ക് വേണ്ടി വേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. നമുക്ക് ഈ ടൊമാറ്റോയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ആദ്യം ഗ്യാസ് ചൂടാകട്ടെ. അതിനു വേണ്ടി കുറച്ച് എണ്ണ അതിലോട്ടൊഴിക്കണം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കണം. പച്ചമുളക് 2 എണ്ണം, വറ്റൽമുളക്, ഗ്രാമ്പു, ഏലക്ക, പറങ്ങേണ്ടി പരിപ്പ് और ഇഞ്ചി. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയ 1 കപ്പ് വെള്ളം. ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. കുക്കാകാൻ വേണ്ടി ഒരു 15 മിനിറ്റെങ്കിലും എടുക്കും ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ: ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് 1 സ്പൂൺ, പച്ചമുളക് 3 എണ്ണം നടുവേ കീറിയ, ബട്ടർ, ഓയിൽ കുറച്ച്, 1/2 സ്പൂൺ മുളക് പൊടി, ഗരം മസാല 1 സ്പൂൺ, കസ്തൂരി മേത്തി 1 സ്പൂൺ, പഞ്ചസാര 1 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ക്രീം, പിന്നെ പനീർ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെന്തോന്ന്. നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ലതായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞ് നമുക്കിത് അരച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലതായിട്ട് ആറി. നമുക്ക് ഇതിൽ കിടക്കുന്ന ഇലകളെടുത്ത് മാറ്റാം. ഇല അരയ്ക്കേണ്ട കാര്യമില്ല. ഇനി മിക്സിയിലോട്ടിട്ട് അരച്ചുകൊണ്ട് വരട്ടെ. ഇപ്പം നമ്മൾ അരച്ചുകൊണ്ട് വന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു. ഇനി നമുക്ക് പാൻ ചൂടാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മസാല ഉണ്ടാക്കുന്ന വിധം നോക്കാം എങ്ങനെയാണെന്ന്. പാൻ ചൂടായി. നമുക്ക് പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഓയിൽ ഒഴിക്കാം. ബസ് ഒരു 1.5 സ്പൂൺ. ഇതിനെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം നമുക്ക്. ഏകദേശം ബട്ടർ മെൽറ്റായി. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആകണം. കൂടുതൽ ബ്രൗൺ ആക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു മണം വരും. ആ സമയം വരെ ഇട്ട് വഴറ്റണം. ഇപ്പോൾ ഇഞ്ചിയുടെയൊക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഈ എടുത്ത് വച്ചിരിക്കുന്ന 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര സ്പൂൺ മുളക് പൊടി ഇട്ടതിന് ശേഷം അതൊന്ന് ചൂടായി നല്ലതായിട്ട്. ആ സമയം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ദേഹത്ത് വീഴും.
ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ്, ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലതായിട്ട് തിളപ്പിക്കണം. ഇനി ഇതിൽ ആവശ്യത്തിന് ഉള്ള ഉപ്പിട്ട് കൊടുക്കണം. പനീറിനൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം ഇടാൻ. നമുക്ക് എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം തിളയ്ക്കാൻ വേണ്ടി. ഇത് മസാലയൊക്കെ തിളച്ചു. ഇനി നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 250 ഗ്രാം പനീറാണ് ഇത് എടുത്തിരിക്കുന്നത്. ഈ പനീർ ഇട്ടതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കണം. ജസ്റ്റ് 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, കൂടുതലിട്ട് തിളപ്പിക്കരുത്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റായി. നമ്മുടെ പനീറൊക്കെ വെന്ത്. ഇനി നമുക്കിതിലേക്ക് കസ്തൂരി മേത്തി, ഗരം മസാല, പഞ്ചസാര ഇളക്കി നമുക്കൊന്നുകൂടെ ചൂടാകാൻ തിളപ്പിക്കാം. 1 മിനിറ്റ് അത്രയും മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ മസാലയൊക്കെ റെഡിയായി. ഇതിൽ നമുക്ക് ആവശ്യത്തിന്, ഇത്രയും ക്രീം ഇടേണ്ട കാര്യമില്ല, ആവശ്യത്തിന് ക്രീം ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ ക്രീമാണ് ഞാനിതിന് യൂസ് ചെയ്തേക്കുന്നത്. ഈ ക്രീം ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ പാല് ഫ്രിഡ്ജിൽ വെച്ച് അത് തണുപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് എടുത്ത് ക്രീമാണിത്. മേളിൽ പാട പോലെ പൊങ്ങിക്കിടക്കും. അത് എടുത്ത് ഞാൻ നല്ലതായിട്ട് സ്പൂൺ വെച്ച് അടിച്ചുണ്ടാക്കിയതാണ്, അല്ലാതെ കടയിൽ നിന്നൊന്നും ഞാൻ വാങ്ങിച്ചതല്ല. ഇപ്പോൾ നമ്മുടെ ബട്ടർ പനീർ റെഡിയായി. ഓക്കെ, ഇത് നമുക്ക് പുലാവിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും പുലാവിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നമുക്ക്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.